എന്ന വിശുദ്ധ ബൈബിൾ പറയുന്ന ആധികാരികമായ ശബ്ദം എത്രയോ വിലയേറിയത്. ഈ നാളുകൾ നമ്മുടെ സമൂഹങ്ങൾ മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അഡിക്റ്റായിരിക്കുന്ന ഒരു വലിയ തലമുറയുടേതായ കാലഘട്ടത്താണ് നാം ഇന്ന് ആയിരിക്കുന്നത്. വളരെ പ്രതിസന്ധികൾ കൊണ്ട് നിറയപ്പെട്ട ഒരു കാലഘട്ടം. മനുഷ്യൻ എങ്ങനെ നേരായ പാത പിന്തുടരണമെന്ന് അറിയാത്ത ഒരു കാലഘട്ടം. കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ തലമുറകളാകട്ടെ അവിടെ വിദ്യാഭ്യാസ പൂർത്തീകരണങ്ങൾ നടത്താൻ കഴിയാതെ അവർക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഈ നാളുകൾ വെക്കേഷൻ സമയമാകുന്നല്ലോ. വളരെ മാതാപിതാക്കൾ തങ്ങളുടെ തലമുറകളെ ഒക്കെ സൂക്ഷിക്കേണ്ടതായ, കരുതേണ്ടതായ ഒരു കാലഘട്ടം. നമ്മുടെ ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ലോകയുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. എവിടെ നോക്കിയാലും സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ മനുഷ്യൻ ആയിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. സ്വസ്ഥതയും സമാധാനവും അവന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് എന്ന കാര്യം നാം മറന്നുപോകരുത്. അവിടെ എല്ലാതരമായ അനുഭവങ്ങളെയും പൂർണ്ണമായിട്ട് കാണുവാൻ കഴിയുന്നു. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയേണ്ടതായ ഒരു സമയം, ഈ നാളുകൾ നാം അറിയണം. വിശുദ്ധ നഷ്ടപ്പെട്ട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലഘട്ടം. സമാധാനം എന്ത് എന്ന് അറിയാത്ത ഒരനുഭവം. വീടി സിഗരറ്റ് വലിക്കുന്നു, മദ്യം കുടിക്കുന്നു, കഞ്ചാവ്, MDMA പോലുള്ള മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. വായിക്കകത്ത് ശംഭു, ഗണേഷ് എന്നീ പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളെ മാരകമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അമിതമായ പ്രതിസന്ധികൾ അവർ നേരിടുന്ന ഒരു സാഹചര്യത്തെയാണ് പൂർണ്ണമായും കാണാൻ കഴിയുന്നത്. ഈ ലഹരി കൊണ്ട് മനുഷ്യന് ഒരു പ്രയോജനവുമില്ല. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് നാം ഉപയോഗിക്കുന്ന ലഹരികളെ, ചെറിയ ചെറിയ ലഹരികളെ, ഇത് തലമുറകൾ കണ്ടിട്ട് അവർ വൻ ലഹരി മാഫിയയുടെ കരങ്ങളിലേക്ക് അകപ്പെട്ട് ആ ലഹരികൾക്ക് അവർ അടിമപ്പെട്ടു പോകുന്നു. ലഹരി ഉപയോഗിച്ച് ക്യാൻസർ രോഗികളായിട്ടും വല്ലാത്ത മാറ രോഗങ്ങളായും മദ്യപാനികളായി കുടുംബം നഷ്ടപ്പെട്ടും ഭാര്യ-ഭർത്താവ് ബന്ധം ത്യജിക്കപ്പെട്ടും കുഞ്ഞുങ്ങളെ അപ്പനമ്മ അവരുടേതായ പരിപാലനം വളരാൻ കഴിയാതെ ഒറ്റപ്പെട്ട് വളരുന്ന അനുഭവസ്ഥരായും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നാം മനസ്സിലാക്കണം. ദൈവഭയമില്ലാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, മദ്യപാനി ദൈവം അവകാശമാക്കുകയില്ല. ഒത്തിരി സഭാതല മേഖലകളിൽ വിശുദ്ധ ബൈബിൾ കൈകാര്യം ചെയ്യുന്ന ഒത്തിരി മേഖലകളുണ്ട്. മുറുക്കാൻ, ലഹരി പദാർത്ഥങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ച് അവർ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒറ്റ പള്ളിയിൽ പോകും. പിന്നെ മരിക്കുമ്പോൾ പറയും ഇദ്ദേഹം അതുവരെ മദ്യവും ലഹരി പദാർത്ഥവും തങ്ങൾക്ക് ബോധിച്ചതുപോലെ വേണ്ടാത്ത സംസാരങ്ങൾ സംസാരിച്ചു. മരിക്കുമ്പോൾ പറയും ഇത് വിശുദ്ധദാസനാണ്, ഉയർത്തെഴുന്നേൽക്കുമ്പോൾ സ്വർഗത്തിൽ വരുമെന്ന്. അപ്പോ അടക്കം ചെയ്യുന്ന സമയത്ത് ബന്ധുക്കളും നാട്ടുകാരും അയൽക്കാരും നിൽക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. പക്ഷേ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ല. എന്നാൽ മദ്യപിക്കുന്ന, ലഹരി പദാർത്ഥം ധരിക്കുന്ന ഒരു വ്യക്തി തങ്ങളുടെ ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് ദൈവശബ്ദം കേട്ട്, ദൈവിക വചനം കേട്ട് മടങ്ങി വന്നാൽ അവർക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട് എന്ന് ജീവന്റെ പുസ്തകത്തിൽ അവർ പേരെഴുതപ്പെടുന്ന അനുഭവസ്ഥരായിട്ട് മാറും. ഈ ഭൂമിയിലെ മനുഷ്യന്റെ ആയുസ് വെള്ളത്തിലെ കുമ്മള പോലെയാണ്, അല്പയായുസാണ്. ഇത്
അത് എത്ര മണിക്കൂർ ഒരു ബലൂൺ പെരുക്കി വിട്ടാൽ എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ്, എത്ര മിനിറ്റ്, അത് എത്ര മണിക്കൂർ നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. അത് ചില നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അതിൻ്റെതായ പ്രതീക്ഷ, അതിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നതിലൂടെയാണ് ഭൂമിയിൽ മനുഷ്യൻ അമ്മയുടെ ഗർഭപാത്രം മുതൽ ഭൂമിയിൽ ജനിച്ച് 100-110 വയസ്സ് വരെയാകുന്ന മനുഷ്യന്റെ നടന്ന് നോക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ സംഖ്യ, അല്ലെങ്കിൽ ഒരു സംഖ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു. 2 സംഖ്യയിൽ ഒരു 3-4 പ്രാവശ്യം വരുമ്പോൾ അവിടെ പട്ടുപോകുന്ന അനുഭവങ്ങൾ, ഇങ്ങനെ സംഖ്യ ഒരു പൂർത്തീകരണം പ്രാപിക്കുവാൻ കഴിയാതെ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകുന്ന, അല്ലെങ്കിൽ വേർപെട്ടു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ പുത്രദുഃഖം, പുത്രിദുഃഖം, മകനെ നഷ്ടപ്പെട്ട വേദന, മകളെ നഷ്ടപ്പെട്ട വേദന, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട ഒട്ടനവധി കുടുംബങ്ങളിൽ പോയി കഴിഞ്ഞാൽ മക്കളുണ്ടായിരുന്നു, മകൻ മരിച്ചുപോയി, മകൾ മരിച്ചുപോയി, നഷ്ടപ്പെട്ടു. പക്ഷേ ആരും ആശ്രയമില്ലാത്ത അനുഭവസ്ഥർ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് കാണാൻ കഴിയും. മക്കളുണ്ടായിരുന്നു, എന്നാൽ അത് നഷ്ടപ്പെട്ട് അത് വേദനപ്പെട്ടു പോകുന്ന അനുഭവം. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ നോക്കുമ്പോൾ എല്ലാവർക്കും മക്കളുണ്ട്, ആൺ പെൺമക്കൾ വ്യത്യാസമില്ല, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മക്കൾ ഉണ്ടായിരുന്നിട്ടും മക്കളില്ലാത്തതുപോലെയുള്ള ഒരു ജീവിതമാണ് അപ്പനമ്മമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മനുഷ്യന്റെ ആ യാത്ര, ആ കടന്നുപോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബോധിച്ചതുപോലുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ലഹരികളിലേക്കും പാപജീവിതത്തിലേക്കും അത് ഉണർന്നു വരുവാൻ കഴിയാത്തത് അവർ ജനിച്ചു വരുന്ന പശ്ചാത്തലത്തിലും പാരമ്പര്യത്തിലും സാഹചര്യങ്ങളിലും അവർക്ക് കിട്ടുന്ന കൂട്ടുകെട്ട് ബന്ധങ്ങൾക്കനുസരിച്ച് അവരുടേതായ സ്വയിത്ത ജീവിതം, സ്വസ്നേഹ അത് മണ്ഡലങ്ങളിലൂടെ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ തലതന്യെ ഇതെന്റെ മോനാണ്, എന്റെ മകളാണ് എന്ന് അമ്മയ്ക്ക് ഓടിപ്പോയി പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ പഠിച്ചതും വളർന്നു വന്നതുമായ ആ നിലവാരവും കാര്യങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പണ്ടത്തെ പോലെയല്ല. ഇന്നൊരു 100 നോക്കുകയാണെങ്കിൽ അതിനൊരു 60% ഞാൻ ഈ പറഞ്ഞ മോഡലാണ്. അപൂർവം മാത്രമാണ് കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടി വഹിക്കുന്നത് പോലെ മാതാപിതാക്കൾക്ക് വിധേയത്വമുള്ളവരായിട്ട് മാറുന്നത് എന്നും. അപ്പോൾ ഉള്ള തലമുറയെ കൊണ്ട് ഒരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിയും. ഒന്ന് ശാസിക്കാൻ പറ്റില്ല. ശാസിച്ചു കഴിഞ്ഞാൽ നേരെ ആത്മഹത്യ. അത് ഒന്ന് ശാസിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അവരെ മാതാപിതാക്കൾക്കെതിരെ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അവർക്കെതിരെ കേസ് കൊടുക്കുക, അവരെ ദേഹമുദ്രം ചെയ്തു, അല്ലാതെ നിരന്തരമായി അത് വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക. ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവഭയമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ചിലപ്പോൾ ഒരു മനുഷ്യന് ഒരു വഴി ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ എന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ലോകത്തിൽ അനവധി മതഗ്രന്ഥങ്ങൾ ഉണ്ട്. എന്നാൽ ഇവിടെ യേശു യെരുശലേം തെരുവീഥികളിലൂടെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ അന്നത്തെ മനുഷ്യന്റെ പാപമോചനത്തിനു വേണ്ടി യേശു തന്റെ രക്തം ഒഴുക്കി. എന്നാൽ യേശു കയറി ചെന്ന ഭവനങ്ങളിലും ഇസ്രായേൽ പാരമ്പര്യം അനുസരിച്ചും കയറി ചെല്ലുന്ന ഭവനങ്ങളിൽ ഗസ്റ്റായി വരുന്ന വ്യക്തിയെ കാലിൽ വെള്ളമൊഴിച്ച് കഴുകി അവരെ സ്വീകരിക്കേണ്ടതായ ഒരു കർത്തവ്യമുണ്ട്. അങ്ങനെ സ്വാമി വിവേകാനന്ദൻ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇസ്രായേൽ തെരുവുകളിലൂടെ യേശുവിന്റെ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ എന്റെ തലയിൽ അല്ലെങ്കിൽ കഴുത്തിലെ ചോര കൊണ്ടല്ല, എന്റെ കയ്യിലെ ചോര കൊണ്ടല്ല, എന്റെ കാലിലെ ചോര കൊണ്ടല്ല, എന്റെ ഹൃദയത്തിലെ രക്തം കൊണ്ട് യേശുവിന്റെ പാതാരംഭത്തെ കഴുകുമായിരുന്നു. കാരണം യേശു ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. യേശു ദരിദ്രരോട് സുവിശേഷം അറിയിച്ചു. യേശു അവിടെ കാണാൻ കഴിയുന്നത് രോഗികളെ സൗഖ്യമാക്കി ഇത്രയും വലിയ പ്രവൃത്തി ചെയ്യുക. ഈ ലോകത്തിന്റെ നവീകരണത്തിനായി, ഈ ലോകത്തിൻ്റെതായ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് എല്ലാവിധമായ സംരംഭങ്ങളും കാരണങ്ങളും ചെയ്ത ആ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഇത്യാദി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിരുന്നു എന്ന്.
ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാജിയും അദ്ദേഹം അനേക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും അദ്ദേഹം പ്രത്യേക പുസ്തകമെന്ന് അദ്ദേഹം വിലയിരുത്തപ്പെട്ടത് മാനിക്കപ്പെട്ടതുമറിയ പുസ്തകമെന്ന് പറയുവാൻ ഈ ഭൂമിയിൽ ഒരേ ഒരു ഗ്രന്ഥമേ ഉള്ളൂ, അത് വിശുദ്ധ ബൈബിൾ. കാരണം അതിൽ മനുഷ്യൻ സ്നേഹിക്കുന്ന ആധികാരികമായ അനുഭവത്തെ, ഭാവിയെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെയും കുറിച്ച് ഉള്ളത് കൊണ്ട് ആ പുസ്തകം എന്ന വാക്കിന് വിശുദ്ധ വേദപുസ്തകം, സത്യവേദപുസ്തകം അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന അനുഭവത്തെ കുറിച്ച് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഒരു മതപരിവർത്തനമല്ല ഇത് ഞാൻ പറയുന്നത്. മദ്യലഹരി പദാർത്ഥ മണ്ഡലങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ നിങ്ങളുടേതായ ജീവിതത്തിൽ ആകാത്ത വഴിയിൽ നിന്നും നേരായ പാത, മദ്യവും ലഹരി ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ ആരോഗ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന മേഖലയിൽ നിന്ന് വിട്ടിട്ട് നിങ്ങൾ നല്ലൊരു മകളായി മാറണമെന്നാണ് വിശുദ്ധ വേദഗ്രന്ഥം ഓർപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നേരായ പാത പിന്തുടരേണ്ടതിനായി ആകാത്ത വഴിയിൽ നിന്ന് മാറി വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ സത്യത്തിന്റെ പാത പിന്തുടരുന്ന അതിൻ്റെതായ അനുഗാമികളായി നിങ്ങൾ പിന്തുടരണമെന്നാണ് പറയുന്നത്. പ്രായപരിധി വ്യത്യസ്തമില്ലാതെ സിഗരറ്റുകൾ വലിച്ചുവിടുന്നു, ലഹരികൾ ഉപയോഗിക്കുന്നു, മറ്റു മുതിർന്നവരോട് കയർക്കുന്നു, അവർക്ക് തോന്നിയതുപോലെയുള്ള ജീവിതങ്ങളൊക്കെ അവിടെ കഴിച്ചു കൂട്ടുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവത്തെ അറിയുന്ന ഒരു തലമുറയായി വളരണം, ദൈവത്തെ അറിയുന്ന ഒരു മകനായി, ദൈവത്തെ അറിയുന്ന ഒരു മകളായി മാറണം. കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് മാതാപിതാക്കൾ, അപ്പനും അമ്മയും എന്ന് പറയപ്പെടുമ്പോൾ അവരെ ബഹുമാനിക്കുക മാത്രം. ഈ മാതാപിതാക്കൾ ഏകസത്യ ദൈവമായ ക്രിസ്തുവിലേക്ക് തിരിച്ചു കൊടുക്കണം. ഒന്ന്, അവരുടെ മനസ്സും ഹൃദയവും രൂപാന്തരപ്പെടുമ്പോൾ ഈ ഭൂമിക്കകത്ത് സത്യത്തിന്റെ പാത അവർ പിന്തുടരപ്പെടുമ്പോൾ അവർ നിത്യരാജ്യത്തിന്റെ അവകാശികൾ. ജീവന്റെ പുസ്തകം എന്നൊരു പുസ്തകം വേദപുസ്തകത്തെ അറിയുന്നു. കാരണം ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ വചനവും പിതാവായ ദൈവം കൽപ്പിക്കപ്പെട്ടതായ വചനാടിസ്ഥാന പ്രകാരം വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുന്ന മനുഷ്യനെ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ യേശുവിനെ രക്ഷിതാവായി കൈക്കൊള്ളുന്ന യേശുവിനെ ധരിക്കുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന ഒരുവന്റെ ജീവിതത്തിനകത്ത് അവൻ ജലത്തിൽ സാക്ഷീകരിച്ച് അവിടെ നിന്ന് വരുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുകയാണ്. അവനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്ത് തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതിരിക്കേണ്ടതിനായി ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അധികമായി സ്നേഹിച്ച് തന്റെ ഓമനപുത്രനെ ആദരിക്കാതെ ലോകത്തിന്റെ അഴുക്കുചാലുകളിൽ കിടന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ഇന്നേക്ക് 2000 വർഷം നിൽക്കുമ്പോൾ ഗാൽഗോത്തായിൽ യേശുക്രിസ്തു എന്ന ആ കാര്യസ്ഥൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗമായി തീർന്നു എന്ന് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർ നമുക്ക് ദൈവശക്തിയുമാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ചിരി തോന്നാം, ഇത് ഒരുപക്ഷെ നമുക്ക് ഭോഷത്വമെന്ന് തോന്നാം. എന്നാൽ ഇവിടെ കാണാൻ കഴിയുന്നത്, നീ വിശ്വസിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ സന്ദേശം കേൾക്കുന്നവരെ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ വചനം ദൈവശക്തിയായി മാറാം. നിങ്ങളുടേതായ മരണത്തിന്റെ ഭീതിയിൽ നിന്ന്, ആകാത്ത വഴിയിൽ നിന്ന് നേരായ പാത പിന്തുടരുവാൻ, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു രൂപാന്തരം തരുവാൻ, ഒരു മനസ്സാന്തരം വരുവാൻ, ഇത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ദേശത്ത് നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കപ്പെടുമ്പോൾ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കപ്പെടുമ്പോൾ, ഇത് നിങ്ങളെ കാണപ്പെടുന്ന സമയത്ത് ഒന്ന് വിലയിരുത്തി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇത് ഉള്ളതാണോ, ഇത് സത്യമാണോ? ഒരു മനുഷ്യന്റെ ഉപദേശം കൊണ്ട് ഒരുവൻ നന്നാകിയില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് രൂപാന്തരവും പരിവർത്തനവും ഉണ്ടാകുവാൻ അവൻ തന്നെത്താൻ ചില ശബ്ദത്തിന്റെ മുൻപാകെ തന്റെ ഹൃദയത്തെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഇത് കർത്താവ് എന്നോട് എന്റെ പാപത്തെ ഉണർത്തിക്കുവാൻ, എന്റെ ആകാത്ത വഴിയിൽ നിന്ന് നേരായ പാതയിൽ കൊണ്ടുവരുവാൻ എനിക്ക് വേണ്ടി കൽപ്പിക്കുന്ന സന്ദേശമാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് ഒരു രൂപാന്തരം ഉണ്ടാക്കുന്നത്. മനുഷ്യന്റേതായ ജഡശരീരത്തിൻ്റെതായ ഒരു മതപരിവർത്തനമല്ല ആഗ്രഹിക്കുന്നത്. ജഡശരീരത്തിൽ വസിക്കുന്ന മനുഷ്യന്റെ ഒരു ഹൃദയത്തിനകത്ത് രൂപാന്തരത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ദേശത്തിനാണെങ്കിൽ മദ്യത്തിലോ ലഹരി പദാർത്ഥങ്ങളിലോ പാപത്തിൻ്റെതായ പ്രബലവിവരങ്ങളിലോ ഈ ലോകത്തിന്റെ അഴുക്കുചാലുകളിലോ ജീവിക്കുന്നെങ്കിൽ അത് വിട്ടെറിഞ്ഞ് മടങ്ങി വരുവാൻ നിങ്ങൾ തയ്യാറാകൂ. നിങ്ങൾ പറയും, ഒരു പക്ഷേ ഈ ഭൂമിയിൽ അല്പായുസയുള്ള തിന്നും കുടിച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ, ഇവിടെ ശ്രദ്ധിച്ചൊക്കെ ജീവിച്ചാൽ കൊള്ളാം എന്ന് പറയും. എന്തിനു സമ്പാദിക്കുന്നു എന്നൊക്കെ ചോദിക്കും. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പിതാക്കന്മാരുടെ അവകാശം
അവകാശം മക്കൾക്ക് വച്ചേച്ചു പോകുന്ന അതെ നിങ്ങൾക്ക് ലഭിക്കുന്ന തലമുറകൾക്ക് ഒരു നിക്ഷേപം നിങ്ങൾ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ അവർ കടക്കാരായോ ദരിദ്രന്മാരായോ മാറുകയില്ല. നിങ്ങൾ മദ്യത്തിന് ലഹരി പദാർത്ഥങ്ങളിലും നിങ്ങൾ ആ ധനം ചെലവഴിക്കുമ്പോൾ ആ മദ്യവും ലഹരി പദാർത്ഥവും കൊണ്ടുവന്ന് നിങ്ങളെ മോഹവലയത്തിലാക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട നന്മകൾ മദ്യത്തിൻ്റെതായ അതിന്റെ ഓണറുകളും അല്ലെങ്കിൽ അതേ ലഹരി പദാർത്ഥങ്ങൾ കടത്തിവിടുന്ന അതിന്റെ സെയിൽസ് ചെയ്യുന്നവർ ഇവരൊക്കെ അവരുടെ കുഞ്ഞുങ്ങൾ നല്ല നിലയിലാകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദരിദ്രരായി തീരും. അതുകൊണ്ട് വിടേണ്ട മണ്ഡലങ്ങൾ വിട്ട് മടങ്ങി വരേണ്ടത് മനുഷ്യന് ആവശ്യം. അതുകൊണ്ട് നിങ്ങളുടെ നല്ല ആ ചിന്തനങ്ങൾ, നിങ്ങളുടെ നല്ല സ്വഭാവങ്ങൾ നിങ്ങൾക്ക് അത് പുറത്തെടുക്കേണ്ടതാണ്. അപ്പോൾ ചോദിക്കും, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിരിക്കും? ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യ മണ്ഡലമാകട്ടെ, അതുപോലെ തന്നെ മറ്റു പശ്ചാത്തല മണ്ഡലങ്ങളുടെ ഒരു മനുഷ്യന് നമ്മുടെ സമൂഹത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതേ സമൂഹത്തിന്റെ ആചാര അടിസ്ഥാനപരമായി ക്രിസ്ത്യാനിയാണെങ്കിൽ അവനെ അടക്ക ശുശ്രൂഷ അല്ലെങ്കിൽ ശവസംസ്കാര അതേ ശുശ്രൂഷ ചെയ്യാറുണ്ട്. അതേ കുഴിച്ചിടുക അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെതായ ആ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. മറ്റൊരു വിഭാഗത്തിലാണെങ്കിൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആചാരപ്രകാരം അവനെ ഒന്ന് ദഹിപ്പിക്കുക എന്ന അത് ഒന്ന് അതേ ആ കത്തുന്ന നിലപാടുകളിൽ മെരുവായിട്ട് ഇങ്ങനെ ചാരമായി പോകുന്ന അനുഭവം. ഈ രണ്ട് തരത്തിലുള്ള മനുഷ്യരും മരിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നു, ഒരു കൂട്ടർ പറയുന്നു മരിച്ചവന് ആത്മശാന്തി വേണം. അത് ചില ദിവസങ്ങളാകുമ്പോൾ കാര്യാദികളൊക്കെ ചെയ്ത് അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ എല്ലാം ചെയ്ത് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ ഇങ്ങനെ ആണ്ടോടാണ്ട് ഇങ്ങനെയുള്ള കാര്യാദികളൊക്കെ ചെയ്യുന്നു. പക്ഷേയോ മറ്റൊരു തരത്തിൽ അടക്കശുശ്രൂഷ ചെയ്യുന്ന തരത്തിലുള്ളതായ വ്യക്തികളാകട്ടെ ആണ്ടോടാണ്ട് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി അവരുടെ പൂജ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതെ മനുഷ്യൻ ജീവനോടിരുന്ന് മനുഷ്യൻ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം ഓരോരുത്തരും പ്രാപിക്കേണ്ടതിനായി ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കപ്പെടുമ്പോൾ ഈ ശരീരം വിട്ടു പോയതിനു ശേഷം, ഈ ശരീരത്തിൽ നിന്ന് ഉപേക്ഷിച്ചതിന് ശേഷം അവന്റെ ആത്മാവിന് വേണ്ടിയിട്ട് ഭവനത്തിലെ അപ്പനോ അമ്മയോ മക്കളോ മരുമക്കളോ മകളോ അതേ ഇങ്ങനെ അല്ലെ സഹോദരങ്ങളോ ദേശനിവാസികളോ ഇങ്ങനെ ചില പ്രാർത്ഥനകൾ നടത്തിയാൽ ആ പ്രാർത്ഥനയ്ക്ക് അവരുടെ പരിഹാരമില്ല. കാരണം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം ഓരോരുത്തൻ പ്രാപിക്കേണ്ടതിനായി ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അപ്പോൾ ചോദിക്കും, എന്താണ് ന്യായാസനം? ന്യായാസനം എന്ന് പറഞ്ഞാൽ ഉണ്ടോ? ഉണ്ട്. അപ്പോ ഒരു മനുഷ്യൻ ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം. അത് ഇന്ന വീട്ടിൽ ഇന്ന ഒരു മകൻ ജനിച്ചു അല്ലെങ്കിൽ മകൾ ജനിച്ചു എന്ന്. മരിച്ചു കഴിഞ്ഞാൽ ഇന്ന വ്യക്തി അത് മരിച്ചു കഴിഞ്ഞതാണ്. കാരണം ഈ പെൻഷൻ സംവിധാനങ്ങൾ കാര്യങ്ങൾ അവിടെ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മാതാവ്, എന്റെ പിതാവ്, എന്റെ സഹോദരൻ, എന്റെ മകൻ മരിച്ചു കഴിഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒരു കാര്യമുണ്ട്. അത് എന്തെങ്കിലും ആവശ്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയോ മരിച്ചുപോയ ആൾക്കാരുടെ അല്ലെങ്കിൽ മറ്റിങ്ങനെയുള്ള സംവിധാനങ്ങൾ എടുക്കണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. അതുപോലെ ആണ് മനുഷ്യ ജനന മരണം ഉള്ളതുപോലെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അപ്പൊ ജനന മരണം ഉള്ളതുപോലെ തന്നെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനപരമായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ചോദിക്കും, ആ ന്യായവിധി എല്ലാവരും അത് നരകത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ എല്ലാവരും സ്വർഗത്തിലേക്ക് പോകുന്ന ആരറിയുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെതായ 16-ാം അധ്യായത്തിൽ അവിടെ 19-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ധനവാനെയും അവിടെ അതുപോലെ തന്നെ ഒരു ദരിദ്രനായ മനുഷ്യനെയും കാണുന്നു. അപ്പോൾ ധനവാൻ ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. അവന്റെ പടിപ്പുരയ്ക്കിൽ ദരിദ്രനായ ലാസർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയാകട്ടെ ഇവിടെ കാണാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല, അവൻ ശരീരം മുഴുവൻ ഋണം നിറയപ്പെട്ടവൻ നായ്ക്കൾ വന്ന് അവന്റെ പരിക്കൽ നക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ അവന് അവിടെ ആരും സംരക്ഷിക്കാനായിട്ട് ഉണ്ടായിട്ട് കാണുന്നില്ല. ശരീരം മൊത്തം ചൊറികളാൽ നിറയപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ധനവാന്റെ മേശയ്ക്ക് വരുന്ന അപ്പം നുറുക്കുകൾ തിന്ന് വിശപ്പടക്കുവാൻ ആ ദരിദ്രനായ മനുഷ്യൻ ആഗ്രഹിച്ചു. എന്നാൽ കിട്ടിയതായി കാണാൻ കഴിയുന്നില്ല. ഏറെ നാൾ കഴിയപ്പെടുമ്പോൾ ഒരു നാൾ ആ ദരിദ്രൻ മരിച്ചു. എന്നാൽ ആ ദരിദ്രനായ മനുഷ്യൻ മരിക്കുവാൻ ഇടയായി. എന്നാൽ അവന്റെ ആത്മാവിനെ സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ അബ്രഹാം പിതാവിന്റെ മടിത്തട്ടുന്ന പരീക്ഷയിലേക്ക് കൊണ്ടുപോയി എന്ന് കാണാൻ കഴിയുന്നു. അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഏറെ നാൾ
കഴിയപ്പെടുമ്പോൾ ആ ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. അവിടെ അനുശോചനങ്ങളും മറ്റു കാര്യാദികളും ബഹുമതികളും മറ്റു അതേ രാജ്യത്തിന്റെ സ്റ്റേറ്റിന്റെയോ പ്രധാനപ്പെട്ട ആൾക്കാർ വന്ന് എല്ലാവിധമായ സംവിധാനങ്ങളൊക്കെ നടത്തിയിരിക്കുക. ദീർഘനാളുകളുടെ വിലാപങ്ങൾ നടത്തിയിരിക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരം അടക്കം ചെയ്യപ്പെട്ട 4-5 ഏക്കർ ചുറ്റളവുകളിൽ സെക്യൂരിറ്റി കാര്യാദികളെല്ലാം ഉള്ള സംവിധാനത്തോടുകൂടി ഒക്കെ ചെയ്തിരിക്കാം. പക്ഷേയോ അദ്ദേഹത്തിന്റെ ആത്മാവ് പാതാളത്തിൽ യാതന സ്ഥലത്ത് യാതന അനുഭവിക്കുമ്പോൾ ഒരു ദിവസം മേലോട്ട് നോക്കുമ്പോൾ ദൂരത്ത് അബ്രഹാം പിതാവിന്റെ മടിത്തട്ടിൽ ലാസർ രോഗമില്ലാത്തവനും ക്ഷീണമില്ലാത്തവരും സൗന്ദര്യവാനായിട്ടും ഒക്കെ അവിടെ ഇരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് കാണാൻ കഴിയും. അപ്പോൾ 2 തട്ടിൽ ഒരുവൻ സ്വർഗത്തിൽ ഒരുത്തൻ പാതാളത്തിൽ. ഈ 2 തട്ടങ്ങൾ മരിച്ചുപോയ ശരീരങ്ങളിലെ ഇരുന്ന ആത്മാക്കളെയാണ്, മനുഷ്യരൂപേണ കാണയാണ്. രണ്ടുപേർക്കും മുഖപരിചിതമായ അനുഭവമാണ്. എങ്കിലും അവിടെ നിന്ന് പറയാണ്, അല്ലയോ അബ്രഹാം പിതാവേ, ലാസറിന്റെ പെരുവരിൽ വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കണമേ. ഞാൻ ഈ ജോലിയാൽ കിടന്ന് അടിയന്റെ നാവ് വരളുന്നു എന്ന് പറയുന്ന അനുഭവത്തെ കുറിച്ച് കാണാൻ കഴിയുന്നു. അപ്പോൾ അബ്രഹാം പിതാ പറയാണ്, ലാസർ അല്ല അവിടെ സംസാരിക്കുക. അബ്രഹാം പറയുന്നത്, അബ്രഹാം പിതാ അങ്ങനെ നിന്റെ ആയുഷിലാകട്ടെ നന്മയും ലാസറാകട്ടെ തിന്മയും. ഇപ്പോൾ ലാസർ നന്മയും നീ ആകട്ടെ തിന്മയും. ഇവിടെ നിന്നൊരാളിന് അങ്ങോട്ടും അവിടെ നിന്നൊരാളിന് ഇങ്ങോട്ടും വരാൻ വ്യവസ്ഥയില്ല. അങ്ങനെ അപ്പോ പറയാണ്, അങ്ങനെയെങ്കിൽ എനിക്ക് ചില സഹോദരങ്ങളുണ്ട്, അവിടേക്ക് ലാസറിനെ അയക്കണമേ എന്ന് പറയപ്പെടുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് അങ്ങോട്ട് അയക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ട് എന്ന് പറയുന്ന ആധികാരികമായ അനുഭവത്തെയാണ് പൂർണ്ണമായിട്ട് അവിടെ കാണാൻ കഴിയുന്നു. അല്ലല്ല അബ്രഹാം പിതാവേ, അവരെ വിശ്വസിക്കത്തില്ല. എന്നാൽ മരിച്ചവരിൽ ഒരുവൻ പോയാലും അവർ വിശ്വസിക്കത്തില്ല. അപ്പോൾ മോശയും പ്രവാചകന്മാരും ഉണ്ട് എന്ന് പറയപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, ന്യായപ്രമാണ യുഗം അത് തിരുവഴുത്തുകളുടേതായ കാലഘട്ടം ഉള്ളതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ പരസ്യയോഗങ്ങളായി ട്രാക്ട് വിതരണങ്ങളായി നിങ്ങളുടെ സമീപത്തിലൂടെ നിങ്ങളുടേതായ പ്രദേശങ്ങളിലൂടെ ഞങ്ങളെപ്പോലുള്ളതായ പ്രിയപ്പെട്ടവർ കടന്നു വന്ന് ഇങ്ങനെയുള്ള കാര്യാദികൾ അറിയിക്കുന്നത് ഒരു നാശത്തിൻ്റെതായ ഒരു പടക് നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിൽ വീട് പോകാതെ അതിൽ നിന്ന് കരകയറി നിത്യരക്ഷ പ്രാപിപ്പാണ്ടൊക്കെ വന്ന് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവരക്ഷ പ്രാപിപ്പാൻ കഴിയും. അത് നിങ്ങളുടെ വെള്ളിയോ പൊന്നോ വിലയേറിയ വസ്തുക്കളെ അല്ല ആഗ്രഹിക്കുന്നത്. ശരീരത്തിലിരിക്കുമ്പോൾ നിങ്ങൾ അത് ധനം കൊടുക്കാതെയും പൊള്ളു കൊടുക്കാതെ നിങ്ങളുടെ ഹൃദയം കൊടുത്ത് നേടേണ്ടത് നിങ്ങളുടെ പാപമോചനം എന്ന വീണ്ടെടുപ്പ് നേടിയിട്ട് നിങ്ങൾ അതിന് കാരണവൃത്തനായ ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതേ ജീവന്റെ പുസ്തകത്തിൽ അതേ അവകാശമാണ്. നിങ്ങളുടെ തന്നെ സൃഷ്ടിച്ചവന്റെ പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നല്ലോ. അപ്പോൾ പുതിയ മനുഷ്യനെ എപ്പോഴാണ് ധരിച്ചിരിക്കുന്നത്? അതിന് മുന്നിലോട്ടുള്ള വാക്യം ലേഖനം അതേ 3:9 കാണുവാൻ കഴിയുന്നു. ഞാൻ പോസ്റ്റ് പറയും, നിങ്ങളുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞു. എന്നാൽ തന്നെ സൃഷ്ടിച്ചവന്റെ പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അതെ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അതെ, ഇത് ദുഷ്കാലമാകിയാൽ സമയം പക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ എന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. നീ ഈ നാളിൽ നിന്റെ സമാധാനത്തിന് ഉള്ളത് അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളോ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടെ പാപങ്ങളുടേതായ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഭൂമിയിൽ അത് ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കുന്ന അതേ പ്രമാണത്തിലും കൽപ്പനകളും വ്യവസ്ഥയിലും അവനെ ശുദ്ധീകരിക്കുന്ന അവനെ രൂപാന്തരപ്പെടുത്തുന്ന ഈ ലോകത്തിൻ്റെതായ അതേ 50, 60, 70 വയസ്സത്തെ ജീവിതത്തിലല്ല, നിത്യകാലം നിത്യരാജാവായ സ്വർഗത്തിലെ ദൈവത്തിന് സന്നിധിയിൽ വസിക്കേണ്ടതിനായിട്ടുള്ള ഒരു രൂപാന്തരമാണ് ഈ പരസ്യയോഗമായിട്ട് നിങ്ങളുടേതായ പ്രദേശത്തേക്ക് വന്ന് നിങ്ങളുടെ ഭവനങ്ങൾക്ക് സമീപമായി വന്ന് ഞങ്ങളുടേതായ അതേ ഉള്ളിലെ സന്ദേശത്തെ ഞങ്ങൾ അയക്കപ്പെട്ടതായ ആലോചനയെ ഞങ്ങൾ ഇതിനകത്ത് അറിയിക്കുന്നത് ട്രാൻസ്ഫോർമങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളായി ഞങ്ങളുടെ എല്ലാ അതേ സംഘടനാതല വ്യത്യാസങ്ങളില്ലാതെ നിങ്ങളോട് അറിയിക്കും. അതുകൊണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്തലും നിങ്ങളുടേതായ ജീവിതത്തിനകത്ത് ഒരു രൂപാന്തരം വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അത് ഇത് സമയം ദുഷ്കാലമാകിയാൽ അതേ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. അതേ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മുടങ്ങി. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിനങ്ങൾ
ഒരു ദുഃഖവെള്ളി എന്ന് നമ്മൾ കണ്ടു. അത് ഗുഡ് ഫ്രൈഡേ, അത് ക്രിസ്തുവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന, അത് പാപിയായിരുന്നു എന്നെ സ്നേഹിക്കുവാൻ വേണ്ടി, എന്നെ ചേർത്തുകൊള്ളുവാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി അത് രക്തം ഒഴുക്കപ്പെട്ട ഒരു ദിവസമുണ്ട്. അത് ആ ദിനത്തെ ഞാൻ പറയുന്നു ഗുഡ് ഫ്രൈഡേ. കാരണം അത് ക്രിസ്തു എനിക്ക് വേണ്ടി തുറങ്ങപ്പെട്ടു. ആ ക്രിസ്തുവിന്റെ അത് ഒരു ഈസ്റ്റർ ലോക രാജ്യങ്ങളെല്ലാം ആഘോഷിച്ച് അവിടെ കാണുന്ന ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അനേക മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കപ്പെടുന്നു. തുറക്കപ്പെട്ട കല്ലറയായി അത് എന്റെ ക്രിസ്തുവിന്റെ കല്ലറ കിടക്കപ്പെടുന്നു. അവൻ അനേകർക്ക് അത് വെളിപ്പെട്ടു. അത് അനേകർ നോക്കിയിരിക്കുമ്പോൾ സ്വർഗാരോപണം ചെയ്തു. ആ പിതാവ് ദൈവം സ്വർഗത്തിലെ ദൈവത്തിലെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി മധ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുവാൻ, പാപത്തെ മോചിക്കുവാൻ അവനെ കഴിയും. ആ യേശുവിൽ കഴിയും. യേശുവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഈ ദേശത്തിന്റെ സമീപത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുക. നിന്റെ പാപം എത്ര കടിച്ചുവെപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. സർവശക്തനായ ദൈവമേ, എന്റെ പാപത്തെ മായിക്കണമേ. ഞാനൊരു മധ്യവയസ്കനാണ്. ഞാനൊരു പ്രായോഗിക്കാൻ ചെന്ന ഒരു പിതാവാണ്, ഒരു മാതാവാണ്, ഒരു മധ്യവയസ്കനായ സഹോദരനാണ്, സഹോദരിയാണ്, ഒരു യുവതിയാണ്, യുവാവാണ്, ഒരു ബാല്യപ്രായക്കാരൻ, ഒരു കുഞ്ഞു പൈതലാണ്. അറിഞ്ഞോ അറിയാതെ എന്റെ ജീവിതത്തിനകത്ത് വന്നുപോയ ആ കുറവുകളോട് എന്റെ കർത്താവ് ക്ഷമിക്കണം. ഞങ്ങളത് ഈ ദേശത്തിനകത്ത്, ഈ ഭവനതലങ്ങൾക്കകത്ത്, ഈ ശബ്ദം ശ്രമിക്കുന്ന ഞങ്ങളുടെ രക്തബന്ധങ്ങളുടേതായ ജീവിതത്തിനകത്ത് അത് പാപം നിലനിൽപ്പാൻ, ശാപത്തിന്റെ അനുഭവം നിലനിൽപ്പാൻ വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് രൂപാന്തരം തന്ന ഞങ്ങൾ നേരായ പാത പിന്തുടരുവാൻ അരുമനാഥനായി ക്രിസ്തുവിനെ ഞങ്ങളുടെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഈ പകൽക്കാലം എനിക്ക് ഒരവസ്ഥ തരണം. എന്റെ രോഗത്തിൽ നിന്നും എനിക്ക് ശാശ്വത പരിഹാരം നൽകണം. ദൈവകൃപയാൽ എന്നെ സഹായിക്കണം. സർവശക്തനായ ദൈവമേ, ഈ ദേശത്തിലെ ജനത്തെ എല്ലാവരെയും സമർപ്പിക്കുന്നു. അവർക്ക് സമാധാന സന്തോഷവും സൗഖ്യവും വിടുതലും ചെറുതും വലുതുമായ എല്ലാവിധമായ സന്തോഷങ്ങളെയും നൽകണം. അത് ഇവർക്ക് സമയമാകിയ ഈ കാലഘട്ടത്തിൽ അത് ഈ ദേശത്തിന്റെ മധ്യത്തിൽ വസിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടെ സംരക്ഷിക്കണം. ദൈവകൃപയാൽ പ്രതിയണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.